കഴിഞ്ഞ 2-3 ദിവസമായി വലിയ ചർച്ചയാണ് എക്സിറ്റ് പോളിനെ ചൊല്ലി. UDFന് അനുകൂലം എന്നാണ് ചില എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. അത് ഉൾക്കൊണ്ടുകൊണ്ട് UDFനകത്ത് തന്നെ മറ്റൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങിയിരിക്കുന്നു. കോൺഗ്രസിനകത്താണ് ആ ചർച്ച ഇപ്പോൾ സജീവം. അല്പമൊന്ന് കെട്ടടങ്ങി നിന്നിരുന്ന മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള ചർച്ച വീണ്ടും തലപൊക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറയുന്നതിനും അപ്പുറം, അതായത് നമ്മൾ കേട്ടതിനും അപ്പുറത്തേക്കൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നേതാക്കന്മാരുടെ നീക്കം ഘടകകക്ഷികളുടെ പിന്തുണ നേടിയെടുക്കാനാണ്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ നേടാൻ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രവചനങ്ങളിൽ പറഞ്ഞിരുന്നത് UDFന് അനുകൂലമാകുമെന്നും ഒപ്പം ഘടകകക്ഷികൾ നിർണായകമായ സ്ഥിതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിച്ചേരുമെന്നും ഒക്കെയായിരുന്നു വിലയിരുത്തലുകൾ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിൽ ഘടകകക്ഷികളെ കൂട്ടുപിടിക്കാൻ വേണ്ടി നേതാക്കന്മാരുടെ ഓട്ടം. രമേശ് ചെന്നിത്തല ഒരു ഭാഗത്തുകൂടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുന്നു. തൊട്ടു പിന്നാലെ ഇപ്പുറത്ത് VD സതീശനുമായി ബന്ധപ്പെട്ട ആളുകൾ ലീഗിന് ചില ആളുകളുമായി ചർച്ച നടത്താൻ മറ്റൊരു നീക്കം നടത്തുന്നു. ഇതിനെല്ലാം ഉപരിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം UDFിലെ ഒട്ടുമിക്ക ഘടകകക്ഷികളുമായി ചേർന്ന് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം ഡൽഹിയിലും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇനി 4-ാം തീയതി വരെ കാത്തിരിക്കണം എന്ന് വ്യക്തമായി അറിയാമെങ്കിലും നേരത്തെ തന്നെ ചില ചരടുവലികൾ പൂർത്തിയാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ. ലീഗ് അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായി UDFനൊപ്പം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള സമര പോരാട്ടങ്ങൾ നയിക്കുകയും അല്ലെങ്കിൽ സർക്കാരിനുണ്ടായ വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത പ്രതിപക്ഷ നേതാവുണ്ട് VD സതീശൻ. അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജനഹിതം മാനിക്കണം എന്ന തരത്തിൽ ലീഗ് മുന്നോട്ട് പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ അർത്ഥം ലീഗിൻ്റെ പിന്തുണ ഏകദേശം VD സതീശന് അനുകൂലം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഘടകകക്ഷികളിൽ ചിലരും അങ്ങനെ തന്നെയാണ് പറയുന്നത്, പ്രത്യേകിച്ചും RSPയും ഒപ്പം ജോസഫ് വിഭാഗവും പിന്നീടുമുണ്ട് ഘടകകക്ഷികളെങ്കിൽ തന്നെയും ഈ 2 പേരും അല്ലെങ്കിൽ ഈ 2 വിഭാഗവും അവരുടെ പിന്തുണ ഏകദേശം VDക്ക് അനുകൂലമാണ്, അല്ലെങ്കിൽ VD സതീശന് അനുകൂലമെന്ന് പറയാൻ കഴിയും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് AICC ആണെന്നാണ് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത്. ഡൽഹിയിൽ തീരുമാനിക്കും, കേരളത്തിൽ നടപ്പാക്കും. അങ്ങനെ ഒരു തീരുമാനം AICCയുടെ ഭാഗത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഘടകകക്ഷികളുടെ പിന്തുണ AICC തീരുമാനത്തിനൊപ്പമായിരിക്കും എന്ന ചിന്തയിലും ഒപ്പം തന്നെ പ്രതീക്ഷയിലുമാണ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ആളുകൾ. അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകളും പ്രതീക്ഷകളും പങ്കുവെച്ച് പോവുകയാണ് ഇനി ഈ കുറഞ്ഞ ദിവസത്തേക്ക്. അതായത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഫലം പുറത്തു വരാൻ. കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം. അതിനിടയിലാണ് ഇത്തരത്തിൽ ഏകദേശം മന്ദഗതിയിലായിരുന്ന ഒരു ചർച്ച വീണ്ടും ചൂട് പിടിച്ച് ഇരട്ടി വീര്യത്തോടുകൂടി പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഡൽഹിയിൽ വരെ ഈ ചർച്ചയുടെ പ്രതിഫലനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിനിടയിൽ KPCC പല പ്രാവശ്യം ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി ചർച്ചയ്ക്കെതിരെ വലിയ തരത്തിലുള്ള നീക്കം നടത്തിയിരുന്നെങ്കിലും ആ നീക്കങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെയാണ് നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മുന്നോട്ട് പോക്ക്. ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇന്ന് പറയുകയുണ്ടായി, ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. പക്ഷേ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്, അതിനെ വലിയ കാര്യമാക്കണ്ട എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ ആരാണ് ഭരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനം അറിയണമെങ്കിൽ മെയ് മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. അതിനു മുമ്പേ ചില എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പിന്നാലെ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി പോരടിക്കുന്നൊരു കാഴ്ച ഇതിനു മുമ്പ് കേരളം കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഘടകകക്ഷികളിൽ ചില ആളുകൾക്ക് ഇത്തരം നീക്കങ്ങളോട് കടുത്ത വിയോജിപ്പുള്ളത്, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിന്.
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ഇത്തരം ആവശ്യമില്ലാത്ത ചർച്ചകളോട് കടുത്ത വിയോജിപ്പാണ് ഉള്ളത്. ആദ്യം ഫലം വരട്ടെ, എന്നിട്ടാകാം മുഖ്യമന്ത്രി ചൊല്ലിയുള്ള ചർച്ച എന്ന തരത്തിൽ അവരും പറഞ്ഞു വെക്കുന്നു. എന്തായാലും സാധാരണയൊന്നും കാണാത്ത തരത്തിലുള്ള ഊർജവും ശക്തിയുമാണ് ഈ എക്സിറ്റ് പോളുകൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്നത്.